മോഹൻ മാസ്റ്റർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കളരി വിദ്യാർത്ഥികളായ ഗുരുക്കന്മാരെ, നമ്മുടെ വില്യാപ്പള്ളി ചൂരക്കുടി കളരി സംഘം വില്യാപ്പള്ളി മങ്ങാട്ട് കുഞ്ഞുമുസ്ലിങ്ങളുടെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് കളരിയുടെ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് 50 വർഷം പിന്നിടുമ്പോൾ ഈ കോട്ടപ്പള്ളിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കളരിയോടുകൂടി 6 കളരികൾ കേരളത്തിനകത്ത് നമുക്ക് ചൂരക്കുടിക്ക് 6 ബ്രാഞ്ചുകൾ 60 ബ്രാഞ്ചാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഖത്തറിൽ നമുക്ക് 6 സ്ഥലങ്ങളിലായി ഖത്തറിലെ 6 സ്ഥലങ്ങളിലായി നമുക്ക് കളരി ഇന്ന് ചൂരക്കുടി കളരി സംഘത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ചു വരുന്നത്. നമുക്കറിയാം, കളരിപ്പയറ്റി കേരളം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള മഹത്തായ ആയോധനകലയാണ് കളരിപ്പയറ്റ്. കളരിപ്പയറ്റിൻ്റെ ഗുണങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ അനന്തമായ സാധ്യതകൾ അത് കണ്ടെത്തിക്കൊണ്ട് കഴിഞ്ഞ 50 വർഷത്തോളമായി കുഞ്ഞുമുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ എൻ്റെ ജീവിതം മുഴുവൻ കളരിപ്പയറ്റുന്ന മഹത്തായ ആയോധന കലയ്ക്ക് വേണ്ടി നീക്കിവെച്ചുകൊണ്ട് അദ്ദേഹം നടത്തി വരുന്ന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായി നല്ല രീതിയിലുള്ള അംഗീകാരങ്ങൾ, അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും മറ്റ് പല മേഖലകളിൽ നിന്നും കളരിപ്പയറ്റ് മുമ്പുണ്ടായിരുന്നതൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഒട്ടനവധി രംഗങ്ങളിൽ വളരെ അവസരങ്ങൾ ലഭിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ഒരു വളരെ നല്ലൊരു സാധ്യത കളരിപ്പയറ്റ് മേഖലയിൽ നടത്തുന്നത്. ചടങ്ങ് വൈകിയാണ് ആരംഭിച്ചത്. MLAക്ക് തൃപ്തിപ്പെട്ട് പോകാനുണ്ട്. ദീർഘമായി സംസാരിക്കുന്നില്ല. മുസകയുടെ കൂടെയുള്ള അഷ്ടപുരുക്കൾ ഉൾപ്പെടെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധന്യമായ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കുറ്റ്യാടിയുടെ MLA ശ്രീ KP കുഞ്ഞുമുട്ടി മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ചൂരക്കുടി കളരി സംഘം ആൻഡ് അക്കാദമി ഓഫ് മാർഷൽ ആർട്സ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യമായി അറിയിക്കും. നമ്മുടെ രാജ്യത്ത് നാട് ജന്മി കാലഘട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിൽ നാടുനാടികളെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ച ആയോധന കലയായിരുന്നു കളരി എന്ന് നമുക്കറിയാം. ചരിത്രകാരന്മാർ പറയുന്നത് 9ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും ചേരന്മാരുടെ ഭരണകാലത്താണ് വ്യാപകമായി കളരി അഭ്യാസം നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വന്നത് എന്നാണ്. നാടുവാഴികൾ അവരുടെ ശക്തിയും അവരുടെ സ്രോതസ്സും അവരുടെ ഗരിമയും എല്ലാം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്ത ഒരു ആയോധന കലയായിരുന്നു കളരി എന്ന് നമുക്ക് കാണാം. അന്ന് തോക്കില്ലാതിരുന്ന കാലത്ത് കളരിയും കളരി അഭ്യാസവും അതിലെ ആയുധങ്ങളുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമുറകളിൽ പോലും ഉപയോഗിച്ചിരുന്നത് എന്ന് കാണാം. നാടുവാഴികൾ പരസ്പരമുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ തങ്ങളുടെ കീഴിൽ പരിശീലിപ്പിച്ച് വളർത്തിയ ആശാന്മാരെ രംഗത്തിറങ്ങിക്കൊണ്ടായിരുന്നു അവരുടെ ശക്തി തെളിയിക്കാനും എന്നും നമുക്കെല്ലാം അറിയാം. കടത്തനാളിന് കളരിയുമായി ആഴത്തിലുള്ള ഏമാറ്റമാണുള്ളത് എന്നറിയാം. കേരളത്തിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള കളരി രീതിയാണ്. തെക്കൻ കളരിയുണ്ട്, വടക്കൻ കളരിയുണ്ട്, പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ആ കളരി അഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ കടത്തനാട് നച്ചോദ്യോഗനെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ആയോധന മുറയിൽ ഈ മേഖലയിലെ ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ രൂപത്തിൽ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടായിരുന്ന ഒരു ആയോധന കലയാണ് ഈ കളരി എന്ന് നമുക്കെല്ലാം അറിയാം. തോക്കിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഒരു യുദ്ധമുറയിൽ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം എന്ന പ്രാധാന്യം നമുക്ക് ഈ രംഗത്ത് നഷ്ടപ്പെട്ടത് എന്ന് കാണാം. പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടെങ്കിലും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന വിധത്തിൽ കളരി വ്യത്യസ്തമായ മേഖലകളിൽ സ്വയം വളർന്ന് മുന്നോട്ട് പോകുന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും. കടത്തനാളിലാണെങ്കിൽ അനേക വർഷങ്ങളായി ഇടതടവില്ലാതെ പ്രമുഖന്മാരായ ഗുരുക്കന്മാരും അവരുടെ ശിഷ്യന്മാരും അതുവഴി സമ്പന്നമായ ഒരു മേഖലയാണ് എന്ന് നമുക്കെല്ലാം അറിയാം.
ലോകത്തിൽ ഒട്ടനവധി ആയോധന മുറകളൊക്കെ ഉണ്ടെങ്കിലും ചിട്ടവട്ടങ്ങളോടുകൂടി അല്ലെങ്കിൽ നിയമങ്ങളും ഉപനിയമങ്ങളും എല്ലാം കൊണ്ട് ചിട്ടപ്പെടുത്തിയ ഒരു ആയോധന കളരിയാണ് എന്ന് നമുക്ക് പറയാം. ലോകത്തിലുള്ള ഇന്ന് ആയോധന കലകളുടെ മുഴുവൻ തുടക്കം ആരംഭം നമ്മുടെ കളരിയാണ് എന്നതാണ് ചരിത്രകാരന്മാർ പലരും വിശേഷിക്കുന്നത്. കളരിയിൽ പങ്കെടുത്ത ഒരു കുട്ടി ആയോധന കല അഭ്യസിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി സ്വഭാവ രൂപവൽക്കരണമാണ് ഏറ്റവും പ്രധാനമായത്. ഏറ്റവും അച്ചടക്കമുള്ള ഒരു പൗരനായിരിക്കും എന്ന കാര്യത്തിൽ അത് തർക്കവുമില്ല. അച്ചടക്കമാണ് ഇതിന്റെ ഏറ്റവും ജീവിതത്തിൽ പൂർണ്ണ രംഗത്ത് വരുമ്പോൾ അച്ചടക്കമുള്ള ഒരു പൗരനായി സമൂഹത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഉപാധിയാണ് കളരി എന്ന കാര്യത്തിൽ അത് തർക്കവുമില്ല. ഇവിടെ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഭീഷണികൾ യുവതലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപാധി കൂടിയാണ് എന്ന് നാം കാണാം. സ്ഥിരമായ പരിശീലനവും ആ രൂപത്തിലുള്ള നടപടികളും ജീവിത രീതി തന്നെ വ്യത്യസ്തമാക്കി മാറ്റും എന്നത് ഇതിന്റെ സവിശേഷതയാണ്, കളരിയുടെ സവിശേഷതയാണ് എന്ന് കാണാം. അനാവശ്യമായി സമയങ്ങളിങ്ങനെ തള്ളിനിൽക്കുന്നതിന് പകരം ഇത്തരം കളരി കേന്ദ്രങ്ങളിൽ പോയി പരിശീലനം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഭാവി ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്രദമായി മാറും എന്ന് കാണാം. ആരോഗ്യ സംരക്ഷണം, അച്ചടക്കം, ഈ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. നമ്മുടെ ഈ മേഖലകളിൽ, ഈ പഴയ കടച്ചാളക്ക പ്രദേശങ്ങളിലൊക്കെ ഒട്ടനവധി കളരികളുണ്ട്. അതിൽ നമ്മുടെ ബഹുമാന്യനായ കുഞ്ഞുമൂസക്കുട്ടികൾ വഹിക്കുന്ന പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അര നൂറ്റാണ്ട് കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം വിവിധ തലങ്ങളിൽ അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. നൂറുകണക്കിന് ശിക്ഷകലങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലയിലുള്ള ഗുരുക്കളാണ് കുഞ്ഞുമൂസക്കുട്ടികൾ എന്നും അറിയാം. അദ്ദേഹം ഇന്നും ആവേശപൂർവ്വം ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നു എന്നത് അങ്ങേറ്റം സന്തോഷകരമായ ഒരു കാര്യമാണ്. മറ്റ് കളരികളെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ലോകനാർക്കാവിൽ സംസ്ഥാന സർക്കാരിന്റെ പൈതൃക ടൂറിസത്തിന്റെ ഭാഗമായി നമ്മളവിടെ കുഴിക്കളരി ഏർപ്പെടുത്തുകയും അത് നല്ല നിലയിൽ ഇപ്പൊ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ ലോകനാർക്കാവുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരമൊരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്ന ഘട്ടത്തിലും കുഞ്ഞുമൂസക്കുട്ടികൾ നല്ല രൂപത്തിലുള്ള പങ്കുവയ്ക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ മേഖലകളിലെല്ലാം ഉള്ള വിവിധ സംഘങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ കടത്തനാടനെ സംബന്ധിച്ചിടത്തോളം വോളിബോൾ പോലെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു ആയോധന മുറയായി നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയണം. പുതിയ കാലഘട്ടത്തിൽ അമിതമായ ഭക്ഷണം കഴിക്കുകയും മിതമായി ശാരീരികാധ്വാനം ചെയ്യുകയും ചെയ്യുന്നവരായി മലയാളികൾ മാറിയിട്ടുണ്ട്. അതിന്റെ ഫലമായി പ്രമേഹവും പ്രഷറും ഇല്ലാത്ത ഒരാളും സമൂഹത്തിൽ ഇല്ല എന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൂർവികർ മിതമായ ഭക്ഷണം കഴിക്കുകയും അമിതമായ ശാരീരികാധ്വാനം ചെയ്യുന്നവരുമായിരുന്നു. അതുകൊണ്ട് നമ്മളെക്കാൾ ആരോഗ്യവാന്മാരായിരുന്നു അവരെന്ന് കാണാം. ഇപ്പൊ പുതിയ സാഹചര്യത്തിൽ ഭക്ഷണത്തിന് വിഷമില്ലാത്ത ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ആരോഗ്യ സംരക്ഷണത്തിന് ഇതുപോലുള്ള വ്യായാമ മുറകൾ നമ്മൾ ശീലിച്ചേ മതിയാകും. വളർന്നു വരുന്ന തലമുറയെങ്കിലും ഈ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചൂരക്കുടി കളരി സംഘം എന്ന് പറയുന്നത് വില്യാപ്പള്ളി പ്രദേശത്ത് 50 വർഷക്കാലം പിന്നിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ വെറും കളരിയുമായല്ല മുന്നോട്ട് പോകുന്നത്. സ്കൂൾ തലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഒരുപാട് കലകളുണ്ട്. അതിൽപ്പെട്ടതാണ് കളരി, കരാട്ടെ, ജൂഡോ, ഉഷു, ഇങ്ങനെയുള്ള ഒരുപാട് കലകളുണ്ട്. ഇവിടെ കളരിപ്പയർ മാത്രമല്ല പരിശീലിപ്പിക്കുന്നത്. ഇവിടെ അറിയപ്പെടുന്ന കരാട്ടയിൽ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട ശശി സർ, സെൻസായി 5th ഡാൻ ബ്ലാക്ക് ബെൽറ്റ്, അദ്ദേഹത്തിൻ്റെ പരിശീലനവും ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ്. കൂടാതെ ജൂഡോ പരിശീലനം ഞങ്ങൾ ഇപ്പോൾ ഏകദേശം
10-14 വർഷക്കാലമായി കളരിയുടെ കൂടെ തന്നെ ജൂഡോ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് നേട്ടങ്ങൾ. കരാട്ടയും കൂടി ഇതിൽ വരുമ്പോൾ അതിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുവാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ വില്യാപ്പള്ളി ടൗണിൽ ഒരു വലിയ മാർഷൽ ആർട്സ് സെന്റർ തുടങ്ങാൻ വേണ്ടി ഏകദേശം പണികൾ 90% പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു കെട്ടിടമാണ് അതിന് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. 10ഓളം മാർഷൽ ആർട്സുകൾ, റെസ്ലിംഗ് ഉൾപ്പെടെ, അതുപോലെ തന്നെ കളരി, കരാട്ട, ഉഷു, തൈക്കണ്ടോ, ജൂഡോ, റെസ്ലിംഗ്, സൈക്ലിംഗ്, ഫെൻസിങ്, ജിംനാസ്റ്റിക്സ്, ഇങ്ങനെ 10 മാർഷൽ ആർട്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ സംരംഭം അടുത്ത മാസം ആദ്യ വാരത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇല്യാപ്പള്ളിയും പരിസര പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഏകദേശം 700ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ ഈ കളരി സംഘങ്ങളിൽ പരിശീലിക്കുന്നുണ്ട്. വിദേശത്ത് ഖത്തറിൽ മാത്രമായി 5 സ്ഥലങ്ങളിലായിക്കൊണ്ട് നല്ല നിലയിൽ 400 ചില്ലാനം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതിൻ്റെ പ്രസിഡന്റാണ് ഈ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ ചൂരക്കുടി കളരി സംഘത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ ഞങ്ങളുടെ ഖത്തർ കളരി സംഘത്തിൻ്റെ പ്രസിഡന്റുമായിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ പരിപൂർണമായ അംഗീകാരം കിട്ടിയ ഒരു സ്ഥാപനമായി ഖത്തറിൽ പ്രവർത്തിച്ചു വരുന്നത്. അങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 2ഓളം വീടുകളിൽ ഞങ്ങളുടെ കളരി സംഘത്തിന്റെ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൃദ്ധരായ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഏർപ്പെടുത്തി, അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ചൂരക്കുടി കളരി സംഘത്തിനെ മാറ്റിയെടുക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ, ലോകത്ത് തന്നെ പറയാം, ഇന്ത്യയിലാണല്ലോ കളരിപ്പായ പോകുന്നത്. ഇന്ത്യയിൽ കളരിപ്പായത്തിന് ആദ്യമായി ഒരു മെഡിക്കൽ സീറ്റ് വാങ്ങിക്കൊടുക്കുകയും സ്പോർട്സ് കോട്ടയിൽ മെഡിക്കൽ സീറ്റ് ലഭിച്ച ഏക കളരി സംഘം ചൂരക്കുടി കളരി സംഘമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ MLA-യുടെ നിയോജക മണ്ഡലത്തിൽ കടമേരി കപ്പിളിക്കണ്ടി മജീദിന്റെ മകൻ നമീർ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. അദ്ദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 5 വർഷം MBBS പഠനം പൂർത്തിയാക്കി 1 വർഷം ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അദ്ദേഹം ഡോക്ടറായി പുറത്തു വന്നിരിക്കുകയാണ്. 4ഓളം എഞ്ചിനീയർമാർ ഈ രംഗത്ത് കൂടി വരികയും അവര് പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബികോമിന് 2 കുട്ടികൾ, ഒരുപാട് കുട്ടികൾ, ബികോമിന് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. BEdന് വേണ്ടിയിട്ട് 2 സ്ത്രീ പെൺകുട്ടികൾ, നമ്മുടെ കളരിയിലുള്ള 2 പെൺകുട്ടികൾ ട്രെയിനിങ് നടത്തി വരികയാണ്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ഫിസിയോതെറാപ്പി രംഗത്ത്, നേഴ്സിംഗ് രംഗത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമായി കളരിപ്പായത്തിനെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സംഭാവനകൾ അർപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചൂരക്കുടി കളരി സംഘത്തിൻ്റെ 6ാമത് ശാഖ ഇന്നിപ്പോൾ ഇവിടെ ഈ കളരിയുടെ ഒരു പ്രത്യേകത, മറ്റു മാർഷൽ ആർട്ട് ഞാൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു കളരി ഈ കളരി മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. കളരി അതിൻ്റെ ഗുരുക്കൾ ബഹുമാനായ മൂസ ഗുരുക്കളടക്കം വേദിയിലെ ബഹുമാനിലെ പ്രിയപ്പെട്ടു. ഞാൻ ഒരു 10-35 വർഷമായിട്ട് പ്രവാസിയാണ്. ഞാൻ 89 കാലത്ത് ഗവൺമെൻറ് ഹൈസ്കൂൾ മുഴുവൻ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇവിടെ പഠിപ്പിക്കുന്ന ഇവിടുത്തെ ഗുരുക്കൾ അഷ്റഫ് ഗവൺമെൻറ് ഹൈസ്കൂൾ എൻ്റെ കൂടെ ക്ലാസ്സിലിരുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടും ഞാൻ നാട്ടിലങ്ങനെ ഉണ്ടാകാറില്ല, പക്ഷേ കളരിയുടെ ഉദ്ഘാടനത്തിന് ഞാനിവിടെ എത്താറുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയോ ഞാൻ വന്നു പോകാനാണ്. കാരണം ഇപ്പോൾ അടുത്തായിട്ട് മാക്കൂലൊരു ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പരിപാടിക്ക് പങ്കെടുക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ ചൂരക്കുടി കളരി സംഘം വളരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഗുരുനാഥൻ മൂസൈഖാന്റെ ഹാർഡ് വർക്കാണ്. കാരണം അതിൽ നിന്ന് വളർന്നു വന്ന ഒരുപാട് കുട്ടികൾ ജോലി നേടി ഖത്തറിലേക്ക് പോയപ്പോൾ ഖത്തറിൽ നിന്ന് അവരുടെ ജോലി കഴിഞ്ഞിട്ട് അവരെ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഖത്തറിൽ നിന്ന് ഒരു 5 സ്ഥാപനങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.
അവരുടെ കളിയൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഒരു ഗൾഫ് തന്നെയാണ് കളിക്കുന്നത്. പല വേദികളിലും പല സ്റ്റേഡിയങ്ങളിലും പല പരിപാടികളിലും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകൾ അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഖത്തറിൽ ഇന്ത്യൻ എംബസിന്റെ അണ്ടറിലുള്ള ദോഹ മലയാളി അസോസിയേഷന്റെ അണ്ടറിലായിട്ട് നമ്മുടെ ഡയറക്റ്റ് നമുക്കിപ്പോൾ അഫിലിയേഷനൊക്കെ കിട്ടി. നല്ല ഒരുപാട് പ്രായമുള്ള ഉമ്മമാരെയും അതുപോലെ തന്നെ പിന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട്. കാരണം ഡോക്ടേഴ്സ് വരുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്. അവർക്കൊക്കെ ഇത് ഒരു ജോലിക്ക് പോകാനൊക്കെ നല്ല ഒരു എനർജിയാണെന്നൊക്കെ ഇങ്ങോട്ട് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാല് കോട്ടപ്പള്ളിയിൽ ഇതുപോലെ നിങ്ങൾക്കൊരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാ മക്കളെയും, കാരണം ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലത്തെ ഗ്രേസ് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പാസ്സാക്കി പോയിരുന്നത്. കാരണം അന്ന് ഈ അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ 4-5 വർഷം കളരിയിൽ പോയതാണ്. മൂസക്കാന്റെ വേക്കലൊക്കെ ഞാനും പല പരിപാടിക്കും പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കിട്ടാത്ത പല അവസരങ്ങളും ഇന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് നമുക്ക് ഈ സ്പോർട്സ് കോളേജിലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം. ബഹുമാനപ്പെട്ട അതേപോലെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, മഹത്വങ്ങളെ, നാട്ടുകാരെ, കളരി ഗുരുക്കന്മാരെ,
ലോക്കുകൾ, കത്തിയും ചുവട്, കെട്ടുകൾ, കൂട്ടച്ചുവട്, കൂട്ടച്ചുവട്, ആര്യ ആൻഡ് വൈക. ഒന്നിൽ കൂടുതൽ കാലുകളും കൈകളുടെയും പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചുവട് സമ്പ്രദായം. വെട്ടും തടയും, ഒരു തുളുനാടൻ സമ്പ്രദായം. Narga Civil. Narga. Kadang-kadang partai material. Arya, Bidga. വീട്ടിൽ ചവിട്ടി തിരിച്ചു പോയി. വൈക.
കളരിപ്പയറ്റ് ഇവിടെ അവസാനിക്കുന്നു. കരാട്ടയിലെ ഒരു ഐറ്റംസ്. Sudagiri, Wazari, Daskate, Azmin. Daskate, Azmin. Yamai. What was it? Yamai. Daskate, Azmin. Oh, Judan Sugi, you go. Daskate, Azmin. Daskate. Bye. Yamai. Varnachi. Akka, Judagiri, Wazari. Akka, Nagachi. Pray. Jin.
Ya, Loran. കരാട്ടെ വിഭാഗത്തിൽ കുമിത്തെ വിഭാഗത്തിൽ വിജയികളായ അദ്വൈത് ആൻഡ് വിനയ്. It is one of the most dangerous fighting. If happened a little mistake, it will become the reason of death also. വളരെ അപകടകരമായ ഒരു ഐറ്റംസ് ആണ് സീനിയർ കുമിത്തെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത അദ്വൈത് ആൻഡ് വിനയ് അവതരിപ്പിക്കുന്നത്. ചെറിയൊരു അശ്രദ്ധ പോലും മരണത്തിന് വരെ കാരണമാവുന്ന അപകടകരമായ രീതിയിൽ രണ്ട് പോരാളികൾ ഈ വേദിയിൽ ഏറ്റുമുട്ടുകയാണ്. ബന്ധസ്വത്വങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ 아까 주단 측이 6고 아까 산추 자스카데 아즈민 야이 야이 야메이 야메이 아까 주구구 주구구 자스카데 아즈민 Cadê? Cadê? Ya ven. Thank you.
وزاري بس كده أجمل ഞൊടിയിടുകൾ ശത്രുവിനെ നിലംപരിശാകുന്ന രീതിയിലുള്ള വളരെ ശക്തിയേറിയ ചവിട്ടുകളും കുത്തുകളുമായി രണ്ട് പോരാളികൾ ഇഞ്ചോ بس كده أجمل بس كده أو سودانغري أو جودانغري بول بس كده أجمل Aka, Sudagiri, Wazari, Ao, Nakachi. Thank you.